ഹായ് ഹലോ അക്ര വൈബ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കൊപ്പം റൂറൽ റിതംസ് വിത്ത് മാധവ്. അപ്പോൾ ഇന്നൊരു മാമ്പഴപ്പുളിശ്ശേരി ആയാലോ? അപ്പോൾ നമുക്ക് കാണാം. മാങ്ങ ഇങ്ങനെ കൊത്തി കൊത്തി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടണം, എന്നാലാണ് കറക്റ്റായിട്ട് അത് സത്തൊക്കെ ഇതിൽ ഇറങ്ങി പിടിക്കുള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ചു. അതിലേക്ക് ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞപ്പൊടി ഇട്ടു. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം. നിങ്ങൾക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യട്ടെ, നിങ്ങളുടെ ഇതനുസരിച്ച്, എരിവിൻ്റെ അനുസരിച്ച്. ഞങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇനി അതിൽ വെച്ച് കുക്കറടച്ച് 2 വിസിൽ വരുന്നവരെ നല്ലോണം വേവിക്കാം. 2 വിസിൽ വന്നാൽ ആവി പോയിട്ട് നമുക്ക് അടുത്ത പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഇനി നമ്മൾ ഇതിനു വേണ്ടിയുള്ള കറിക്കൂട്ട് ഉണ്ടാക്കുകയാണ്. പച്ചമുളക്, തേങ്ങ, 1 മുറി തേങ്ങ, ഇനി കുറച്ച് ജീരകം. ഇനി കുറച്ച് ജീരകം എന്നിട്ട് അടിച്ച് നല്ലോണം, കുറച്ച് തൈര് അതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ച്, അപ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. തൈര് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ട്രിക്കാണ് ഇതിൻ്റെ. എന്നിട്ട് നല്ലോണം അരച്ചെടുക്കണം. അപ്പോൾ വിസിലായി, നമുക്കത് ഇടാം. കല്ലുപ്പാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. തേങ്ങ കറിയിലേക്ക് വെക്കുന്നു, നല്ലോണം ഇളക്കുക. എന്നിട്ട് നല്ലോണം തിളപ്പിച്ച ശേഷം നമുക്ക് വറുത്തിടാം. അപ്പോൾ ഒരു ബെല്ലം ശർക്കര ഇട്ടു. മോരുകറിയാണല്ലോ, മാമ്പഴപ്പുളിശ്ശേരി അല്ലേ, അപ്പോൾ അതിന് മധുരം വേണമല്ലോ. അതിനുവേണ്ടി പൊടിച്ചു വെച്ച ഉലുവപ്പൊടി 1 ടീസ്പൂൺ ഇടും. കറി തിളച്ച് തുടങ്ങി. അങ്ങനെ കടുക് പൊടിക്കുകയാണ്. കടുക്, ഉലുവ, കറിവേപ്പില, കൊല്ലമുളക്, ഇതാണ്. ഉലുവ ഇട്ടു. സ്വാദിഷ്ടമായ മാമ്പഴപ്പുളിശ്ശേരി റെഡി.